വന്ന സ്ഥലം കഴിഞ്ഞു പോയി. അവിടെ ആയിരുന്നു, അങ്ങോട്ട് പോവാം. കുറേ നാളായി സൈക്കിൾ ചവിട്ടിയിട്ട്, അത് കാരണം മടുത്തുപോയി. കുറേ ദൂരം ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞപ്പോൾ സൈക്കിൾ ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുള്ളവർക്ക് ഇപ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോഴത്തേക്കും ശരിക്കും നമുക്കൊരു നൊസ്റ്റാൾജിയാണല്ലേ. പഴയ ഒരുപാട്, ഞാനൊന്നും അങ്ങനെ ഒരുപാട് സൈക്കിൾ ചവിട്ടിയിട്ടില്ല കേട്ടോ, ചവിട്ടിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കാരണം ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഇതുപോലുള്ള ഒപ്പനിരപ്പായിട്ടുള്ള ആ ഒരു ഏരിയ കൂടെ ഇങ്ങനെ രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും ചുമ്മാ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി നടക്കുന്നത് നല്ല രസമല്ലേ, നല്ല കാഴ്ചകളൊക്കെ. അപ്പുറത്തൊക്കെയാണെങ്കിൽ ഇങ്ങനെ നെല്ലൊക്കെ കൃഷി ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോഴാണെങ്കിൽ നല്ല മഞ്ഞുമാണ്. അപ്പോൾ ഏർലി മോർണിംഗ് ഒക്കെ ഇതിലെ സൈക്കിൾ ചവിട്ടി നടക്കുക പറഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ, ഭയങ്കര രസമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന അതൊന്നുമല്ല, ഞാനൊരു ചെടി പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന വഴി ഞാൻ സൈക്കിൾ ചവിട്ടി ദൂരം കൂടി കുറച്ചങ്ങ് പോയി ആ ഒരു ഓർമ്മയിൽ. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ വന്ന ചെടി ഇതാണ്. ഇതിൻ്റെ പേര് ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് പറഞ്ഞാൽ അറിയാൻ പറ്റും. നഞ്ചെന്തിന് നാനാഴി, നഞ്ച് കലക്കി മീൻ പിടിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മരം നഞ്ചാണ് കേട്ടോ. അപ്പം നഞ്ചെന്ന് പറയുമ്പോൾ പണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇല്ലീഗലായിട്ടൊക്കെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ കായ് ഉപയോഗിക്കുമായിരുന്നു. ഇതിൻ്റെ കായ് ചതച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്കും ആ ഒരു പോർഷനിലുള്ള വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോവുകയും അപ്പോൾ അങ്ങനെ മീൻ ബോധം കെട്ടിട്ട് മയങ്ങി പൊങ്ങി വരികയും ചെയ്യും. അങ്ങനെയാണ് മീൻ പിടിച്ചുകൊണ്ടിരുന്ന പണ്ട് കാലങ്ങളിൽ. ഇപ്പം നമുക്കത് ഇല്ലീഗലാണ്. ഇപ്പോൾ ഒരുപാട് ടൈപ്പുള്ള മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന കായകൾ, ഇത് മാത്രമല്ല, നഞ്ച് മാത്രമല്ല, ഒരുപാട് കായകളുണ്ട് ഇങ്ങനെ മീനെ പിടിക്കാനായിട്ടുള്ള വിഷകരമായിട്ടുള്ളത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വേര് മുതൽ കായ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും വിഷാംശമുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ നമുക്ക് എന്താണ്, ഇത്ര മില്ലിക്ക് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയറിളക്കം, ഛർദി, അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മരം വയ്ക്കുമ്പോഴത്തേക്കും അത് പ്രത്യേകം കെയർ ചെയ്ത് മാത്രം ഉപയോഗിക്കുക. കാരണം ഇതിൻ്റെ ഇലയായാലും കായായാലും ഒക്കെ വിഷാംശമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മക്കളൊക്കെ വരാത്ത ഭാഗത്തും മക്കളൊക്കെ തൊടുക. കാരണം അവർക്കിപ്പം നഞ്ച് എന്താണ്, അങ്ങനെയുള്ള വിഷമുള്ളത് എന്താണ്, അങ്ങനെയുള്ളത് തിരിച്ചറിയാനുള്ള പ്രായമാകാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഇലയൊക്കെ ആണെങ്കിലും പൊട്ടിച്ചിട്ട് ചുമ്മാ വായിൽ വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മരം നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധ വയ്ക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈ നഞ്ച് മരം എന്ന് പറയുന്നത്. നഞ്ച് മരം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ കായ് നഞ്ചായതുകൊണ്ട്, വിഷമായതുകൊണ്ടാണ് നമ്മൾ നഞ്ചെന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കുറേ പേരുകളുണ്ട്. ഇത് കണ്ടോ, കടലാവണക്ക്, നീർവാളം, നീർവാളക്കുരു, ഇവിടെ നോക്കിയാൽ കാണില്ല, അങ്ങ് മുകളിലാണ് ഇതിൻ്റെ പേരുകളൊക്കെ ഇരിക്കുന്നത്. നീർവാറം, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു ചെടി. അപ്പോൾ ഇതിൻ്റെ കായാണ് വിഷം, ഇതിൻ്റെ വേരിനും വിഷമുണ്ട്, ഇലയ്ക്കും വിഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇലയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിലും പഴയ കാലത്തുള്ളവരും ഒക്കെ നമ്മൾ മരുന്നായിട്ട്, നമ്മുടെ സ്കിൻ ഡിസീസസ് പോലുള്ള സ്കിന്നിന് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ നഞ്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നഞ്ചുമരം ഇപ്പോഴുള്ളവരാരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്തത്. വേറെ ടൈപ്പുണ്ട്, കടലാവണക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു മരമുണ്ട്, നമ്മൾ ബയോഡീസലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന. അതിൻ്റെ കറയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾക്കും, പല്ലുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ തണ്ടേന്ന് വരുന്ന കറയൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് എന്താണ്, നീർവാളം എന്നാണ് അറിയപ്പെടുന്നത്. നീർവാളം, കടലാവണക്ക് എന്ന് പറയും, മറ്റേത് കാട്ടാവണക്കാണ്. അപ്പോൾ ഇതിൻ്റെ കായാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മീൻ പിടിക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കായ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ വിത്തിനകത്ത് ഒരു 30-40% എണ്ണയാണുള്ളത്. ആ എണ്ണ എടുത്തു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സ്കിന്നിൽ അങ്ങനെ പൊള്ളലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. നീർക്കുമിള പോലെയൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ മേത്ത് പറ്റിയാലോ, അതേപോലെ തന്നെ കണ്ണിൽ പോയാലോ, കണ്ണിന് നീറ്റൽ, അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശേഷി നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ എണ്ണയാണെങ്കിലും നമുക്ക് കഴിക്കാവുന്ന എഡിബിളായിട്ടുള്ള ഒന്നല്ല. ആ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, എന്തെങ്കിലും ആയുർവേദത്തിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ പാലിലോ ഒക്കെ ചേർത്ത് അതിൻ്റെ വീര്യം കുറച്ചതിന് ശേഷമാണ് ആയുർവേദത്തിലാണെങ്കിലും മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കായൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ എടുത്തിട്ട് നമ്മൾ സ്കിന്ന് പരമായിട്ടുള്ള അസുഖങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ പണ്ട് കാലത്തൊക്കെ വേലിയായിട്ടൊക്കെ വയ്ക്കും. കാരണം ഇതിൻ്റെ ഇലകൾ നമ്മുടെ കന്നുകാലികളൊന്നും കഴിക്കത്തില്ല, വിഷാംശം ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എവിടെയാണെങ്കിലും വേലിയായിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്കൊക്കെ അറിയാം ഇത് വിഷക്കായാണ്, നമ്മുടെ പറമ്പിലുള്ള ചെടികൾ എന്താണ്, മരങ്ങൾ എന്താണ്, അതിലേത് കായ എഡിബിളാണ്, ഏത് കായ കഴിക്കാൻ കൊള്ളുക എന്നുള്ളത് പണ്ട് കാലത്തെ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് കൂടുതലും ചെടികളെ, മരങ്ങളെക്കുറിച്ച് വലിയൊരു ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളത് നിന്ന് കഴിഞ്ഞാൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവുകൾ കുറവാണ്.
അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെടി ഇവിടെ നിന്നപ്പോൾ അതും ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം, കാണാത്തവർക്കായിട്ട്. നഞ്ചെന്ന് പറഞ്ഞ് നമ്മൾ പറയാറേ ഉള്ളൂ, നഞ്ച് എന്തിന് നാനാഴി, നഞ്ച് കലക്കി മീൻ പിടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതാണ് നഞ്ചിൻ്റെ കായും കൂടെ ഞങ്ങൾ കാണിച്ചു തരാം. അതാണ് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വീടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളോ വലിയവരാണെങ്കിൽ പോലും എടുത്ത് വായിലിടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇലകളായാലും വേരുകളായാലും കായാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ഇലകളിൽ നിന്നുള്ള നീരായാലും അതിൻ്റെ എണ്ണയാണെങ്കിലും അതിൻ്റെ കായാണെങ്കിലും നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. വലിയവർക്കാണെങ്കിൽ തന്നെ ഛർദി, വയറിളക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് പറയുകയും കൂടെ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിട്ടൊരു അപകടം ക്ഷണിച്ചു വരുത്താതെ ഇങ്ങനെയുള്ള മരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കെയർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മരം നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തണം തോന്നി. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ നാട്ടിലെ ഈ നഞ്ച് മരം അല്ലെങ്കിൽ ഈ പറയുന്ന നീർവാളത്തിന് വേറെ എന്തെങ്കിലുമായിട്ടുള്ള ഉപയോഗങ്ങളോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോടും കൂടി ഒന്ന് പറയുക. അതുകൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.